മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ശ്രമിച്ച കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയുടെ തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കാനാണ് അവരുടെ തീരുമാനം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ബിനു മേലെ പ്രയോഗിക്കുകയാണ്. ഹാഷ്മി ബാഡ്ജ് കുത്താൻ മറന്നു. ബിനുചേട്ടാ മറന്നുപോയി, കുത്തി. താങ്ക് യു, ഓർമ്മിച്ചതിന് താങ്ക് യു. അപ്പോൾ പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 29 നടക്കും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, അപ്രതീക്ഷിതമല്ല, നേരത്തെ തന്നെ കേട്ടിരുന്നതാണ് ആ ഒരു മാറ്റം. അപ്പോൾ തീരുമാനമുണ്ടാകുന്നു. അത് ഒരു വലിയ ചടങ്ങാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ സർക്കാർ, CPM, അതോ രണ്ട് മന്ത്രിമാർ വരുന്ന സ്വാഭാവിക ചടങ്ങിലേക്ക് മാറുമോ? അതൊരു സ്വാഭാവിക ചടങ്ങായി മാത്രം സർക്കാർ കണ്ടാലും അതിന് വലിയ മാറ്റങ്ങളുടെ പ്രസക്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം നവകേരള സദസ്സിന് ശേഷം മന്ത്രിസഭ മുഖം മുനിക്കിയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ധാരണ LDFിൽ ഉണ്ടായിരുന്നു. പുതിയ ചില ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും പരിഗണിക്കേണ്ട, പഴയ ധാരണ പ്രകാരം മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു LDFിൽ എടുത്ത തീരുമാനം. ഇന്ന് രാവിലെ 10:30 LDF യോഗം ചേർന്ന് നിലവിൽ ഇപ്പോൾ ഈ മന്ത്രിസഭ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുത്തു. 29 വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് മന്ത്രിമാരായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി സൂചന പ്രകാരം KB ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും ലഭിക്കും. നേരത്തെ ഈ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്ത് പകരം ദേവസ്വം കൊടുത്താലോ എന്നൊരു ആലോചന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് തൽക്കാലം വേണ്ടതില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന വിവരം കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായും രാമചന്ദ്രൻ കടന്നപ്പള്ളി തുറമുഖ വകുപ്പ് മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. ഈ രണ്ട് മന്ത്രിമാരും ഏറ്റെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിഴിഞ്ഞം പോർട്ട് കമ്മീഷനിങ് അടക്കമുള്ള കാര്യങ്ങൾ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ KSRTCയിൽ ശമ്പള പ്രതിസന്ധി, ഹൈക്കോടതിയിലെ വിമർശനം അടക്കമുള്ള ഗതാഗത വകുപ്പിലെ മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാകും. ഇന്ന് KB ഗണേഷ് കുമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ആവശ്യമെങ്കിൽ വടിയെടുക്കേണ്ടി വരും, തൊഴിലാളികളെ KSRTCയിൽ ഭരണം നടത്താൻ നമ്മുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണോ യൂണിയനുകൾ ഭരിക്കില്ല എന്നുള്ള കാര്യം, അതോ അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഒരു നയപ്രഖ്യാപനം നടത്തിയതാണോ ഷഫീദ്? ലക്ഷ്മി, KSRTCയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വകുപ്പിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, മുൻപ് KSRTC വകുപ്പ് നോക്കിയ ആളാണ്, അതിനുമപ്പുറത്തേക്ക് ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് തന്നെയാണ് എന്നുള്ള സൂചനകൾ പല വിധത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KSRTCയിൽ എന്ത് മാറ്റം നിലവിലെ പ്രതിസന്ധിയിൽ എന്നുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം പോലെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ വകുപ്പിന്റെ കാര്യം മുഖ്യമന്ത്രി നിശ്ചയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത്തരം കാര്യങ്ങളാണ്. സാമ്പത്തിക ചോർച്ച അടയ്ക്കും, സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കും, ആവശ്യമെങ്കിൽ വടിയെടുക്കും, തൊഴിലാളി യൂണിയനുകൾ ഭരിക്കില്ല KSRTCയിൽ, പകരം ഭരണം MDക്കും മന്ത്രിക്കുമായിരിക്കും. അതേസമയം തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യങ്ങളെ സ്നേഹപൂർവ്വം പരിഗണിക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. KSRTCയെ അല്ലെങ്കിൽ KSRTC കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ സർക്കാരിൻ്റെ അഭിമാനമാക്കി KSRTCയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, നിലവിലെ പ്രശ്നങ്ങളൊക്കെ കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടി ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏതായാലും മന്ത്രിസഭയുടെ മുഖം ഒന്ന് മിനുങ്ങുകയാണ്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എറണാകുളത്ത് 1, 2 തീയതികൾ നടക്കുന്ന നവകേരള യാത്രയിൽ ഈ പുതിയ മന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതും ഒരു വലിയ മാറ്റമാണ്. ഹഷ്മി.